കനത്ത മഴയിൽ അശ്വിനി ആശുപത്രിയിൽ വീണ്ടും വെള്ളം കയറി. ഇളവള്ളി അമ്പാട്ട് റോഡിൽ വീടുകളിൽ വെള്ളം കയറി. തുമ്പൂർമൊഴിയിൽ മുളങ്കൂട്ടം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. പെരിഞ്ഞനത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് വീട്ടമ്മ മരിച്ച സംഭവം. പഞ്ചായത്ത് ഓഫീസിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തി. ഹോട്ടലുകളിൽ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധന. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാനപാതയിൽ പെരുമ്പുഴപ്പാടത്ത് റോഡിന് കുറുകെയുള്ള കലുങ്ക് അപകടാവസ്ഥയിൽ. വാഹനങ്ങൾ കടന്നുപോകുന്ന ഭാഗത്ത് റോഡിനെ താങ്ങി നിർത്തുന്ന ഒരു ഭാഗം തകർന്നു വീണു. ശ്രീനാരായണപുരം കല്ലുംപുറം പ്രദേശവാസികൾ ദേശീയപാത നിർമ്മാണം തടഞ്ഞു. ദേശീയപാത നിർമ്മാണത്തിന്റെ പേരിൽ കുടിവെള്ള വിതരണം തുടർച്ചയായി തടസ്സപ്പെടുത്തുന്നതിനെതിരെയായിരുന്നു പ്രതിഷേധം. മതിലകം തൃപ്പേക്കുളത്ത് കനോലി കനാലിൽ കൂടുകെട്ടി കൃഷി ചെയ്തിരുന്ന മത്സ്യങ്ങൾ ചത്തുപൊന്തി. മത്സ്യകർഷകന് ലക്ഷങ്ങളുടെ നഷ്ടം. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കനത്ത മഴയിൽ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ വീണ്ടും വെള്ളം കയറി. ഒരാഴ്ചയ്ക്കിടെ രണ്ടാം തവണയാണ് അശ്വിനി ആശുപത്രിയിൽ വെള്ളം കയറുന്നത്. സമീപത്തെ വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. അഭിജിത്ത് തലച്ചിറ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ ആഴ്ച പെയ്ത കനത്ത മഴയിലും അശ്വിനി ആശുപത്രിയിൽ വെള്ളം കയറിയിരുന്നു. സമാനമായ രീതിയിൽ ഇന്നും അശ്വിനി ആശുപത്രിയിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കാഷ്വാലിറ്റിയിലേക്ക് അടക്കം വെള്ളം കയറുകയുണ്ടായി. ആശുപത്രിയുടെ പ്രധാന കവാടം മുതൽ ആശുപത്രിയുടെ പ്രധാന ഭാഗമായ കാഷ്വാലിറ്റിയിലടക്കം വെള്ളം കയറിയ സാഹചര്യമാണ്. പാർക്കിങ്ങിലും അതുപോലെ തന്നെ ജനറേറ്റർ പ്രവർത്തിക്കുന്നിടവും അതുപോലെ മോർച്ചറിയുടെ ഭാഗവും എല്ലാം തന്നെ വെള്ളക്കെട്ടിലാണ്. കാനകൾ വൃത്തിയാക്കി ഇത്തരത്തിലുള്ള വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് അധികൃതർ സ്വീകരിക്കണമെന്ന് പലതവണ ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ വേണ്ട വിധത്തിൽ നടക്കാതിരുന്നതിൻ്റെ മറ്റൊരു തെളിവ് കൂടിയാണ് ഇപ്പോൾ ആശുപത്രിയും പരിസരവും. ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ വേനൽ മഴയിൽ പോലും ഞങ്ങളുടെ ആശുപത്രിയിൽ വെള്ളം കയറി. പിറകിൽ കാണുന്ന 10 വീടുകളും അശ്വിനി ആശുപത്രി ഉൾപ്പെടുന്ന പ്രദേശവും വെള്ളത്തിൽ മുങ്ങുകയാണ്. എല്ലാ പ്രദേശത്തെ വെള്ളവും ഒരേ പോയിന്റിൽ വന്ന് ചാടിയ ഇടുങ്ങിയ കാനയിലൂടെ മറിഞ്ഞു വരുമ്പോൾ എന്താ ഉണ്ടാവുക? അത് മാത്രമേ ഉള്ളൂ. അത് വേർതിരിച്ച് വിടാനുള്ള സമാന്തര സംവിധാനം ഉണ്ടാക്കാതിരുന്നാൽ ഞങ്ങൾ മുങ്ങും. ഇനിയുള്ള മഴയും ഞങ്ങളെ വേദനിപ്പിക്കും. ഇനിയും ഇവിടുത്തെ ഞങ്ങൾ ദുരിതത്തിലാക്കും. കഴിഞ്ഞ തവണ ഈ വെള്ളം കയറിയപ്പോൾ തന്നെ നമ്മൾ അധികാരികളെ അറിയിച്ചിട്ടുള്ളതാണ്. എന്നിട്ടും നടപടി ഉണ്ടായിട്ടുണ്ട്. ബന്ധപ്പെട്ട കോർപ്പറേഷൻ മേയർ വിളിച്ചു. ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ വരികയുണ്ടായി. ഞങ്ങളെല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്. അവർ അതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് സൂപ്രണ്ടിങ് എഞ്ചിനീയറെ ചുമതലപ്പെടുത്തി അതിൻ്റെ പ്രാരംഭ പ്രവർത്തികൾ നടക്കുന്നു. PWയുടെ മുന്നിലെ കാന, അതിൻ്റെ ആ കുപ്പിക്കഴുത്ത് പോലെയുള്ള കാന ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ്. കഴിഞ്ഞ തവണ വെള്ളം കയറാൻ പ്രധാന കാരണം അതായിരുന്നു. അത് ഇന്ന് കാലത്ത് അത് പൊട്ടിച്ചതുകൊണ്ട് ഞങ്ങളത് രക്ഷപ്പെട്ടു. കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരുന്ന 2 രോഗികളെ മുകളിലേക്ക് മാറ്റി നമ്മൾ അതിനൊരു തടസ്സപ്പെടാത്ത വിധത്തിലാക്കിയിട്ടുണ്ട്. മഴ തോർന്നതിന് ശേഷമാണ് കൂടുതലായും വെള്ളം ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നത്. ഇപ്പോൾ കാഷ്വാലിറ്റിയും അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗവും ആശുപത്രിയുടെ വൃത്തിയാക്കുന്ന ഒരു സാഹചര്യമാണ്. അധികൃതരുടെ കടുത്ത അനാസ്ഥയ്ക്ക് പാത്രമായിട്ടാണ് ഇപ്പോൾ അശ്വിനി ആശുപത്രിയിൽ തുടർച്ചയായി ഇതുപോലെ ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെയും ബാധിച്ചുകൊണ്ട് കനത്ത വെള്ളക്കെട്ടുണ്ടാകുന്നത്. എന്തായാലും ഇതിൽ ശാശ്വതമായൊരു പരിഹാരം ഉടനടി കണ്ടില്ലെങ്കിൽ അവശ്യ സർവീസായ ആശുപത്രിയുടെ സേവനം നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകേണ്ട നിലയിലേക്കാണ് ഈ വെള്ളക്കെട്ട് ഇവരെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അധികൃതർ ഇനിയെങ്കിലും അക്കാര്യത്തിൽ ഉചിതമായ നടപടി അടിയന്തരമായി കണ്ടില്ലെങ്കിൽ വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നതിനെയും നമുക്കറിയാം. കാലവർഷം അതിൻ്റെ ശക്തി പ്രാപിക്കുന്നതേ ഉള്ളൂ. തൃശൂർ അശ്വിനി ആശുപത്രിയിൽ നിന്നും ക്യാമറമാൻ ആഷിഖ് വെല്ലൂരിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV. അതിരപ്പള്ളി തുമ്പൂർമൊഴിയിൽ മുളങ്കൂട്ടം കടപുഴകി റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. തുമ്പൂർമൊഴി ഇറിഗേഷൻ IBക്ക് സമീപത്തെ കൂറ്റൻ മുളങ്കൂട്ടമാണ് കാലപ്പഴക്കത്താൽ നിലംപൊത്തിയത്. ഇതേ തുടർന്ന് വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. വനപാലകരും ഓഫീസും സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹായത്തോടെ JCB ഉപയോഗിച്ച് മുളങ്കൂട്ടം റോഡിൽ നിന്ന് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ശക്തമായ മഴയിൽ കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് കോളേജിന്റെ ചുറ്റുമതിൽ തകർന്നു വീണു. പടിഞ്ഞാറെ വെമ്പലൂർ MES അസ്മാബി കോളേജിന്റെ ചുറ്റുമതിലാണ് തകർന്നു വീണത്. ശ്രീനാരായണപുരം റോഡിനോട് ചേർന്നുള്ള 150 മീറ്ററോളം ഭാഗമാണ് തകർന്നത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കനത്ത മഴയിൽ എളവള്ളി അമ്പാട്ട് റോഡിൽ വീടുകളിൽ വെള്ളം കയറി. അരക്കുളത്തിൽ സുകുമാരൻ, നാലകത്ത് സലീം, പുറത്തൂർ മേരി എന്നിവരുടെ വീടുകളിലും ചുങ്കത്ത് ടെൽസിന്റെ വാഹന പെയിന്റിംഗ് വർക്ക്ഷോപ്പിലുമാണ് വെള്ളം കയറിയത്. വർഷങ്ങളായി അമ്പാട്ട് റോഡിൽ വർഷകാലത്ത് വീടുകളിൽ വെള്ളം കയറുന്നത് പതിവാണെന്നും പലതവണ പരാതി നൽകിയിട്ടും യാതൊരു പരിഹാര നടപടിയും ഉണ്ടായില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. റോഡിന്റെ ശോചനീയാവസ്ഥയിൽ BJP പ്രവർത്തകർ പ്രതിഷേധിച്ചു. മണലൂർ പാലാഴി കിഴക്കേച്ചീപ്പ് സമയബന്ധിതമായി തുറക്കാത്തതിനാൽ സമീപ പ്രദേശത്തെ 2 വീടുകളിൽ വെള്ളം കയറി.
വീട്ടുകാർ ബന്ധുവീടുകളിലേക്ക് താമസം മാറ്റി. പാലാഴി സ്വദേശികളായ മോങ്ങാടി വീട്ടിൽ ബാലൻ, മോങ്ങാടി വീട്ടിൽ ദാമോദരൻ എന്നിവരുടെ വീടുകളാണ് വെള്ളത്തിലായത്. ദാമോദരന്റെ വീട്ടിൽ എല്ലാ മുറികളിലും വെള്ളം കയറിയ നിലയിലാണ്. സമയബന്ധിതമായി പാലാഴി കിഴക്കേ ചീപ്പ് തുറന്നുവിടാത്തതാണ് വീടുകളിൽ വെള്ളം കയറാൻ കാരണമായതെന്ന് വീട്ടുകാർ പറയുന്നു. വലിയ തോതിൽ വെള്ളം കയറിയതോടെ സമീപവാസികളായ യുവാക്കൾ ചേർന്ന് ചീപ്പ് ഭാഗികമായി തുറന്നുവിട്ടു. പ്രദേശവാസികളായ മോങ്ങാടി വീട്ടിൽ ദിലീപ്, VP പ്രവീൺ, CS ഷജിൽ, CC അനീഷ്, VA അജീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ചീപ്പ് തുറന്നത്. കിഴക്കേ ചീപ്പിൻ്റെ അവിടെ കൃഷിക്ക് വേണ്ടിയിട്ട് പുളി കയറാൻ തടയണ കിട്ടുന്ന പതിവാണ്. അത് മഴക്കാലമാകുമ്പോൾ ആ പ്രദേശത്തുള്ള ആൾക്കാരുടെ വീടുകളിലേക്ക് വെള്ളവും പിന്നെ അതുപോലെ നടക്കുന്ന വഴിയിലും വെള്ളം കയറി ചെളി വെള്ളം കയറിയ ആൾക്കാർ നടക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ രോഗങ്ങൾ വരുന്നതിന് കൊണ്ട് നമ്മളിപ്പോൾ വെള്ളം കയറിയത് കൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിവിടെ കുറച്ച് ചെറുപ്പക്കാർ കൂടിയിട്ട് ചീപ്പ് തൽക്കാലം തുറന്നു കൊടുക്കുകയാണ്. അതിൻ്റെ കൃഷി വകുപ്പാണ് തുറക്കേണ്ടത്, അവർ തുറക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇടപെട്ട് തുറന്നിരിക്കുകയാണ്. ചാത്തൻകുളങ്ങര പാടശേഖര സമിതിയാണ് ചീപ്പ് നിർമ്മിച്ചത്. ഏനാമാക്കൽ വളയംകെട്ട് പൊട്ടിച്ചാൽ ഉടനെ ഈ ചീപ്പ് തുറക്കാമെന്ന് പാടശേഖര സമിതിക്കാർ ഉറപ്പ് നൽകിയെങ്കിലും നടപ്പാക്കിയില്ലെന്ന് ദിലീപ് മോങ്ങാടി പറഞ്ഞു. എൻ്റെ വീട്ടിൽ വെള്ളം കയറിയിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായത് പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചിട്ടുണ്ടായിരുന്നപ്പോൾ ആള് വളയം കെട്ടിങ്ങനത്തെ ഇത് ഷട്ടറൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ചീപ്പ് തുറക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. ഇപ്പം നമ്മൾ കുറച്ച് ആൾക്കാരെ കയറ്റിപ്പോയി കുറച്ച് തുറന്നിട്ടുണ്ട്, മൊത്തമായിട്ട് തുറന്നിട്ടില്ല. മൊത്തമായിട്ട് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് വെള്ളമൊക്കെ വലിഞ്ഞു പോവും, പിന്നെ വെയിലേറ്റത്തിന് വെള്ളം കയറി വരാൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ളൂ. അത് നമുക്ക് സ്വാഭാവികമായിട്ടുള്ള കാരണം നമുക്ക് പ്രശ്നം ഉണ്ടാവാറില്ല. ഇതിപ്പോൾ വെള്ളം കെട്ടി നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചീപ്പ് മൊത്തമായിട്ട് തുറക്കാത്ത കാരണം. ഏനാമാക്കൽ വളയം കെട്ടും റെഗുലേറ്ററിന്റെ ഷട്ടറുകളും തുറന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പാടശേഖരക്കാർ ചീപ്പ് തുറക്കാത്തതാണ് വെള്ളക്കെട്ടിനിടയാക്കിയതെന്നാണ് ആക്ഷേപമുയരുന്നത്. TCV ന്യൂസ്, തൃശൂർ. മഴ കനത്താൽ കുളമായി മാറി പെരുമ്പിലാവ് സെന്റർ. റോഡ് നവീകരണത്തിന് ശേഷവും സെന്ററിലെ വെള്ളക്കെട്ടിന് യാതൊരു കുറവുമില്ല. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള സംസ്ഥാന പാത വികസനത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കിയ ഭാഗത്താണ് ചെറിയ ഒരു മഴ വന്നാൽ പോലും കനത്ത വെള്ളക്കെട്ടുണ്ടാകുന്നത്. കാലങ്ങളായുള്ള സ്ഥിതിയാണിത്. പ്രശ്നം രൂക്ഷമായതോടെ 4 വർഷം മുൻപ് പാതയുടെ ഒരു വശത്ത് പുതിയ കാന നിർമ്മിച്ചിരുന്നു. എന്നാൽ റോഡിൽ ഒഴുകിയെത്തുന്ന വെള്ളം കാനയിലേക്ക് തിരിച്ചുവിടാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. ജംഗ്ഷന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളുടെ മുൻപിൽ മുട്ടോളം വെള്ളം കയറുന്ന സ്ഥിതിയാണ്. വെള്ളക്കെട്ട് മൂലം ജനങ്ങൾ കടകളിലേക്ക് കയറാൻ മടിക്കുകയാണെന്ന് വ്യാപാരികൾ പറയുന്നു. കാൽനട യാത്രക്കാരും ദുരിതത്തിലാണ്. സംസ്ഥാന പാത നവീകരണം പൂർത്തിയാകുന്നതോടെ വെള്ളക്കെട്ടിന് പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ അക്കിക്കാവ് സെന്ററിനും പെരുമ്പിലാവിനുമിടയിലുള്ള കലിങ്ക് പുനർനിർമ്മിക്കാതെയാണ് റോഡ് നിർമ്മാണം നടത്തിയത്. ഇതിനെതിരെ അന്ന് വ്യാപാരികൾ പ്രതിഷേധിച്ചിരുന്നു. സെന്ററിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള പ്രധാന മാർഗമായിരുന്നു ഈ കലിങ്കിന്റെ പുനർനിർമ്മാണം. സംസ്ഥാനപാത വികസനം പാതിവഴി നിലച്ചതോടെ വെള്ളക്കെട്ട് മൂലമുള്ള ദുരിതത്തിന് അടുത്ത കാലത്തൊന്നും പരിഹാരമുണ്ടാകില്ല. TCV ന്യൂസ്, കുന്നംകുളം. ചിറ്റണ്ടയിൽ വീട്ടുകിണർ ഇടിഞ്ഞു താഴ്ന്നു. കക്കാട് ചന്ദ്രികയുടെ വീട്ടുകിണറിന്റെ അടിവശമാണ് ഇടിഞ്ഞു താഴ്ന്നത്. കിണറ്റിലെ വെള്ളം കലങ്ങിയ അവസ്ഥയിലാണ്. വാർഡ് മെമ്പർ ES സുരേഷിന്റെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസർ സ്ഥലം സന്ദർശിച്ചു. പെരിഞ്ഞനത്തെ സെയിൻ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച് വിഷബാധയേറ്റവരുടെ ദയനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പെരിഞ്ഞനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ P. മേനോൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുധാകരൻ മണപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി CC ബാബുരാജ്, പഞ്ചായത്ത് അംഗം CP ഉല്ലാസ്, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് KA അഫ്സൽ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു പഞ്ചായത്തിന് കീഴിൽ ഒരു പഞ്ചായത്ത് പ്രദേശത്ത് ഒരു ഹോട്ടൽ പ്രവർത്തിക്കുമ്പോൾ ആ ഹോട്ടലിനെ നിരീക്ഷിക്കേണ്ടതും ആ ഹോട്ടലിൻ്റെ പ്രവർത്തനങ്ങളെ പ്രത്യേകിച്ചും ആരോഗ്യവകുപ്പാണ് ആ ഹോട്ടലിൻ്റെ ആരോഗ്യപരമായ ചുറ്റുപാടുകളെക്കുറിച്ച് കൃത്യമായി അന്വേഷണം നടത്തുന്നത്. കുന്നംകുളം നഗരത്തിലെ ഹോട്ടലുകളിൽ നഗരസഭ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി. ഉദ്യോഗസ്ഥർ 2 സ്ക്വാഡുകളായി തിരിഞ്ഞു നടത്തിയ പരിശോധനയിൽ 18 ഹോട്ടലുകൾക്ക് ശുചിത്വം ഉറപ്പുവരുത്തുന്നതിനായി നോട്ടീസ് നൽകി. 29 ഹോട്ടലുകളിലാണ് പരിശോധന നടത്തിയത്. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് ക്ലീൻ സിറ്റി മാനേജർ ആറ്റ്ലി P. ജോൺ അറിയിച്ചു. സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ PA വിനോദ്, C. രഞ്ജിത്ത് എന്നിവർ നേതൃത്വം നൽകി. JHIമാരായ അൻസാരി, രശ്മി, ഷീബ, സജീഷ്, വിഷ്ണു എന്നിവർ പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു.
വടക്കാഞ്ചേരി നഗരസഭ പരിധിയിൽ ഹോട്ടലുകളിൽ പരിശോധന കർശനമാക്കി. പരിശോധനയിൽ ഏതെങ്കിലും തരത്തിലുള്ള ന്യൂനതകൾ കണ്ടെത്തിയതിൽ മഹസർ നൽകി ഒരു ദിവസത്തിനകം ന്യൂനത പരിഹരിച്ച് നഗരസഭയിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനും സെക്രട്ടറി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരിശോധനയിൽ 5 കിലോയോളം നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടി. ആരോഗ്യ വിഭാഗം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സുജിത് കെ അരുൺ കെ വിജയൻ, സാനിറ്റേഷൻ ജീവനക്കാരൻ ജയകുമാർ, ഡ്രൈവർ പ്രമോദ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാനപാതയിൽ പെരുമ്പുഴ പാടത്ത് റോഡിന് കുറുകെയുള്ള കലുങ്ക് അപകടാവസ്ഥയിൽ. വാഹനങ്ങൾ കടന്നുപോകുന്ന ഭാഗത്ത് റോഡിനെ താങ്ങി നിർത്തുന്ന ഒരു ഭാഗം തകർന്നു വീണു. കൊടയാട്ടി പാടശേഖരത്തിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് തടസ്സപ്പെട്ടതിനെ തുടർന്ന് കലുങ്കിന്റെ ഉൾവശം വൃത്തിയാക്കാൻ വന്ന തൊഴിലാളികളാണ് അപകടാവസ്ഥ കണ്ടെത്തിയത്. കലുങ്കിന്റെ മറുഭാഗവും തുരങ്കം രൂപപ്പെട്ട് ഏതു നിമിഷവും താഴെ പതിക്കാവുന്ന നിലയിലാണ്. പെരുമ്പുഴപ്പാടത്ത് ഒന്നാമത്തെ പാലത്തിന് മുൻപുള്ള കലുങ്കാണ് അപകടാവസ്ഥയിലായത്. 1 മീറ്ററോളം വീതിയുള്ള വെള്ളമൊഴുകുന്ന കലുങ്കിന്റെ മുകൾ ഭാഗത്ത് സ്ലാബുകളിട്ടാണ് ടാർ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒരു വശത്തെ വലിയ തൂണ് പൂർണ്ണമായും തകർന്നു വീണ നിലയിലാണ്. കലുങ്കിന്റെ ഉൾവശത്തും മറുഭാഗത്തും സമാന രീതിയിൽ സംരക്ഷണ ഭിത്തിയുടെ ഒരു വശം തകർന്നിരിക്കുകയാണ്. കലുങ്കിന്റെ അടിയിൽ പല ഭാഗത്തും മുകൾ ഭാഗത്തെ സ്ലാബുകൾ അടിയിൽ താങ്ങില്ലാതെ അപകടാവസ്ഥയിലാണെന്ന് തൊഴിലാളികൾ പറഞ്ഞു. കള തുറക്കാൻ വന്ന വെള്ളം വിടാനായിട്ട് വന്നതിന്റെ ഉള്ളിൽ ആ കാട് ഇതൊക്കെ വെട്ടി നോക്കിയപ്പോ ആകെ കരിങ്കലൊക്കെ ഇടിഞ്ഞെടുക്ക. ഇപ്പുറത്തെ സൈഡ് ഒരു ഭാഗം ഇടിഞ്ഞു തുടങ്ങി. സ്ലാബ് ഒരു ഭീമ മാത്രം വെക്കണം, വേറെ പിടുത്തൊന്നുമില്ല. ഇത് വലിയ വണ്ടികൾ പോയി അവിടെ സൈഡ് ചാരി പോകാൻ കഴിഞ്ഞാൽ സ്ലാബ് അങ്ങനെ വീഴും. വ്യാപ്തി കണ്ടത് അടിയിൽ വന്ന് ഞങ്ങൾ പണിയെടുക്കുമ്പോഴാണ് കണ്ടത്. ഇതിപ്പോ ടോറസുകൾ ഇവിടെ റോഡ് പണി നടക്കണ കാരണം ഒരുപാട് വലിയ വണ്ടികൾ പോണതാ. ഈ സൈഡില് 3 അടിയോളം ഉള്ളിലേക്ക് തുറന്നിട്ട് കിടക്കണ ഇടിഞ്ഞു പോയിട്ടുണ്ട്. അവിടെ 2 സൈഡും വണ്ടികൾ ഇവിടെ സൈഡിലേക്ക് സൈഡാക്കിയ അപ്പൊ ഇടിക്കും അവിടെ. അങ്ങനെ ഭയങ്കര ഒരു അപകടാവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കണ സാധനം 2 സൈഡും. അത് അധികൃതർ ആരാണെങ്കിൽ അറിയിച്ചിട്ട് എത്രയും പെട്ടെന്ന് ശരിയാക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. മഴ പെയ്ത വെള്ളം കൂടുമ്പോൾ കലുങ്കിന് ഉള്ളിലൂടെ കൂടുതൽ ജലം പ്രവഹിച്ചാൽ കലുങ്കിന്റെ വശങ്ങൾ ഒലിച്ചുപോയി മുകൾ ഭാഗം താഴേക്ക് പതിക്കാനും സാധ്യത ഏറെയാണ്. ടോറസ് ലോറികൾ അടക്കമുള്ള വാഹനങ്ങൾ ചീറിപ്പായുന്ന ഈ റോഡിൽ കലുങ്കിന്റെ അപകടാവസ്ഥ പരിഹരിക്കാത്ത പക്ഷം വലിയ അപകടമാണ് പതിയിരിക്കുന്നത്. TCV തൃശൂർ. ദേശീയപാത നിർമ്മാണത്തിന്റെ പേരിൽ കുടിവെള്ള വിതരണം തുടർച്ചയായി തടസ്സപ്പെടുന്നതിൽ പ്രതിഷേധിച്ച് ശ്രീനാരായണപുരത്ത് കല്ലുംപുറം പ്രദേശവാസികൾ പുരി ബസാറിൽ റോഡ് പണി തടഞ്ഞു. ദേശീയപാത 66ന്റെ നവീകരണം ആരംഭിച്ചതോടെ പൈപ്പ് പൊട്ടി ജലവിതരണം തടസ്സപ്പെടുന്നത് പതിവായി. 4 മാസത്തോളമായി കുടിവെള്ള വിതരണം ലഭിക്കാത്ത നിരവധി വീടുകളാണ് പ്രദേശത്തുള്ളത്. നിരവധി പരാതികൾ നൽകിയിട്ടും നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകാത്തതിനെ തുടർന്നാണ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ റോഡ് പണി തടഞ്ഞത്. സംഭവം അറിഞ്ഞെത്തിയ മതിലകം പോലീസ് നാട്ടുകാരുമായും കരാറുകാരന്റെ പ്രതിനിധിയുമായും ചർച്ച നടത്തി. പൊട്ടിയ പൈപ്പ് അറ്റകുറ്റപ്പണി നടത്താമെന്ന ഉറപ്പിനെ തുടർന്ന് നാട്ടുകാർ സമരം അവസാനിപ്പിച്ചു. ഞങ്ങൾക്ക് ഫിൽറ്റർ വെള്ളം പോലും കിട്ടാത്തൊരു മേഖലയാണ്. ഭക്ഷണമൊക്കെ ഹോട്ടലിൽ നിന്ന് എത്ര ദിവസം പുറത്തുനിന്ന് ഭക്ഷണം മേടിച്ച് കഴിക്കും. എല്ലാവരും ഈ കൂലിപ്പണിക്കാരാണ്. അന്നാന്ന് കിട്ടണ പൈസ ഭക്ഷണം മേടിക്കാനും കുടിവെള്ളം പടിഞ്ഞാറന്നൊക്കെ കൊണ്ടുവന്നിട്ടാണ്. മതിലകം തൃപ്പേക്കുളത്ത് കനോലി കനാലിൽ കൂടുകെട്ടി കൃഷി ചെയ്തിരുന്ന മത്സ്യങ്ങൾ ചത്തുപൊന്തി. ഫിഷറീസ് വകുപ്പിന്റെ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതി പ്രകാരം സ്ഥാപിച്ച മത്സ്യക്കൂട് കൃഷിയിലെ മത്സ്യങ്ങളാണ് ചത്തുപൊന്തിയത്. കഴിഞ്ഞ ജനുവരിയിലാണ് മതിലകം സ്വദേശി ഏക്കണ്ടി വീട്ടിൽ ഖദീജ ബി മാഹിൻ ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ 5.5 ലക്ഷം രൂപ ചെലവിട്ട് മത്സ്യകൃഷി ആരംഭിച്ചത്. 2000-ഓളം കളാഞ്ചി 1000 കരിമീൻ കുഞ്ഞുങ്ങളെയുമാണ് പുഴയിൽ കൂടുകെട്ടി വളർത്തിയിരുന്നത്. ഇതിൽ പകുതിയിലധികം ചത്തതായി വീട്ടുകാർ പറഞ്ഞു. കാളാഞ്ചി കുഞ്ഞുങ്ങളും 1000 കരിമീൻ കുഞ്ഞുങ്ങളും ഇട്ടിരുന്നു. ഏതാണ്ട് ഫുള്ള് ചത്തമാര് കാണുന്നുണ്ട്. ഇല്ലാതെ ഇപ്പം പൊന്തിയിട്ടുണ്ട്. ഇനി അടിയിലുള്ളത് നാളേക്ക് പൊന്തും. അത് കൂട് കൃഷി അവരെ സബ്സിഡി 3 ലക്ഷത്തിൻ്റെ ബഡ്ജറ്റാണ് അവർ. പക്ഷേ അതിൽ കൂടുതൽ ഞാൻ ചിലവാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിന് വേണ്ടിയിട്ട് ഒരു 5.5-6 ലക്ഷം റുപ്യോളം ചിലവാക്കിയിട്ടുണ്ടായിരുന്നു മൊത്തം. ഈ ഫ്രീസർ മേടിച്ച് ഇതെല്ലാം വയറിംഗ് ഒക്കെ ചെയ്തെല്ലാം ക്ലിയർ ആക്കിയിട്ട് റാമ്പുണ്ടാക്കി എല്ലാതും കൂടെ ചെയ്തിട്ടുള്ളതാണ്. മഴയിൽ കനോലി കനാലിൽ വെള്ളത്തിന്റെ കുത്തൊഴുക്ക് കൂടിയതും മാലിന്യം നിറഞ്ഞ വെള്ളം ഒഴുകിയെത്തിയതും മത്സ്യങ്ങൾ ചത്തുപൊന്താൻ കാരണമായതായി പറയുന്നു. ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകന് വന്നിട്ടുള്ളത്. വാർഡംഗം OA ജെൻട്രിൻ, ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു.
കരുവന്നൂർ പുഴയിലേക്ക് ചാടി വീണ്ടും ആത്മഹത്യാശ്രമം. മൂർക്കനാട് ഇല്ലിക്കൽ റെഗുലേറ്ററിന് മുകളിലെ പാലത്തിൽ നിന്നാണ് ഒരാൾ പുഴയിലേക്ക് ചാടിയതായി പറയുന്നത്. സമീപത്ത് ചൂണ്ടയിട്ടിരുന്ന ആളുകളാണ് ഒരാൾ പാലത്തിന്റെ കൈവരിയിൽ നിന്ന് മുകളിൽ പുഴയിലേക്ക് ചാടുന്നത് കണ്ടത്. ഇദ്ദേഹത്തിന്റെ വാച്ചും കുടയും ചെരുപ്പും മറ്റും പാലത്തിൽ അഴിച്ചുവെച്ചാണ് പുഴയിലേക്ക് ചാടിയത്. നീല ഷർട്ടും കള്ളിമുണ്ടുമാണ് വേഷം. കനത്ത മഴയിൽ കരുവന്നൂർ പുഴ നിറഞ്ഞാണ് ഒഴുകുന്നത്. ഇല്ലിക്കൽ റെഗുലേറ്ററിലെ ഷട്ടറുകളും തുറന്നിരിക്കുകയാണ്. ഇരിങ്ങാലക്കുട ഫയർഫോഴ്സും ചേർപ്പ് പോലീസും എത്തി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. കുന്നംകുളം കാണിപ്പയ്യൂർ മാന്തോപ്പ് പാടശേഖരത്തിലെ പൊട്ടക്കുളത്തിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. സമീപവാസിയായ കാണിപ്പയ്യൂർ സ്വദേശി ഇടവന വീട്ടിൽ കുഞ്ഞുമോന്റെ മകൻ 49 വയസ്സുള്ള ജഗതിയെയാണ് ഇന്നലെ വൈകിട്ട് കുളത്തിൽ കാണാതായത്. വസ്ത്രങ്ങൾ പാടവരമ്പത്ത് അഴിച്ചുവെച്ച നിലയിലായിരുന്നു. കുന്നംകുളം അഗ്നിരക്ഷാസേന ഇന്നലെ രാത്രി ഏറെ വൈകിയും തിരച്ചിൽ നടത്തിയെങ്കിലും മൃതദേഹം കണ്ടെത്താനായില്ല. തൃശൂരിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേനയുടെ സ്കൂബ സംഘം നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ചാവക്കാട് വൈലി ക്ഷേത്രത്തിന് സമീപത്തുള്ള പാടത്ത് സെപ്റ്റിക് മാലിന്യം തള്ളിയതായി പരാതി. കടുത്ത ദുർഗന്ധം മൂലം നാട്ടുകാർ നടത്തിയ തിരച്ചിലിലാണ് പാടത്ത് സെപ്റ്റിക് മാലിന്യം തള്ളിയതായി കണ്ടത്. പാടത്തു നിന്ന് കറുത്ത ജലം സമീപത്തെ വീടുകളിലെ കിണറുകളിലെത്തി പാട കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലാണ്. സെപ്റ്റിക് മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കടപ്പുറം പഞ്ചായത്തിലെ കടലാക്രമണം നേരിടുന്ന മേഖലകളിൽ കടൽഭിത്തി നിർമ്മാണത്തിന് അനുമതി തേടി NK അക്ബർ MLA വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകി. ഗുരുവായൂർ മണ്ഡലത്തിലെ കടപ്പുറം പഞ്ചായത്ത് അഞ്ചങ്ങാടി വളവ് ഭാഗത്ത് കടലാക്രമണം രൂക്ഷമാണ്. നിലവിൽ ഈ സ്ഥലത്ത് നിലനിൽക്കുന്ന ഇരുനില കെട്ടിടം ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. ഈ കെട്ടിടം തകർന്നാൽ തീരദേശത്തെ റോഡിനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന സ്ഥിതി ഉണ്ടാകും. പ്രദേശത്ത് കടൽഭിത്തി നിർമ്മാണം അനിവാര്യമായി വന്നിരിക്കുകയാണ്. കടൽഭിത്തി നിർമ്മാണത്തിനായി ഇറിഗേഷൻ വകുപ്പ് തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് ഉൾപ്പെടെയാണ് ജലവിഭവ വകുപ്പ് മന്ത്രിക്ക് NK അക്ബർ MLA കത്ത് നൽകിയത്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി സൂചിപ്പിച്ചു. പാവറട്ടി ചുക്കുബസാറിലെ വഴിയമ്പലം നാശത്തിന്റെ വക്കിൽ. ദശാബ്ദങ്ങൾക്ക് മുൻപ് വഴിയാത്രക്കാർക്ക് വിശ്രമിക്കുവാനും ദാഹം അകറ്റുന്നതിനും തലച്ചുമട് ഇറക്കി വയ്ക്കുന്നതിനും നിർമ്മിച്ച ഇടത്താവളമായിരുന്നു വഴിയമ്പലം. ഒറ്റമുറിയുള്ള കെട്ടിടത്തിന്റെ മേൽക്കൂര കേടുവന്നതിനാൽ ഓടുകൾ വീണുപോയിട്ടുണ്ട്. വഴിയമ്പല പരിസരം ഇപ്പോൾ കാട് പിടിച്ച നിലയിലാണ്. ചരിത്ര സ്മാരകങ്ങളുടെ ഭാഗമായ വഴിയമ്പലം സംരക്ഷിക്കണമെന്ന് ചരിത്രകാരനായ റാഫി നീലങ്കാവിൽ പറഞ്ഞു. അത് പൈതൃകത്തിന്റെ പ്രതീകമാണ്. നമ്മുടെ നാട്ടിലെ ഈ വഴിയമ്പലം സംരക്ഷിക്കപ്പെടണം. കാരണം ഇത് ഒരു പഴയ കാലത്ത് നിലനിന്നിരുന്ന വാണിജ്യത്തിൻ്റെയും മാത്രമല്ല അന്ന് കാലത്ത് നിലവിലിരുന്ന സാമൂഹ്യ വ്യവസ്ഥിതിയെയും പുതിയ തലമുറയ്ക്ക് ഓർമ്മിപ്പിക്കാനായിട്ടുള്ള ഒരു പ്രതീകമാണ്. മുണ്ടത്തിക്കോട് പന്നിയെ പിടിക്കാൻ വെച്ച് പടക്കം കടിച്ച് കാട്ടുപന്നിയെ ചത്ത നിലയിൽ കണ്ടെത്തി. നെടിയടത്ത് അജിത്തിന്റെ ആളൊഴിഞ്ഞ പറമ്പിലാണ് കാട്ടുപന്നിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. സ്ഥലമുടമയും കുടുംബവും മദ്രാസിലാണ് താമസം. പ്രദേശത്ത് പന്നിശല്യം വ്യാപകമായതിനെ തുടർന്ന് പന്നിക്ക് കെണിവെച്ചതാവാനാണ് സാധ്യത. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മുൻമന്ത്രിയും CPI നേതാവുമായിരുന്ന VK രാജന്റെ ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിൽ അനുസ്മരണം സംഘടിപ്പിച്ചു. പുല്ലൂറ്റുള്ള സ്മൃതി കുടീരത്തിൽ നടന്ന പുഷ്പാർച്ചനയിൽ AITUC സംസ്ഥാന സെക്രട്ടറി KP രാജേന്ദ്രൻ, മുൻമന്ത്രി VS സുനിൽകുമാർ, VR സുനിൽകുമാർ MLA, KG ശിവാനന്ദൻ, KS വസന്തകുമാർ, CC വിപിൻ ചന്ദ്രൻ, MR അപ്പുകുട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു. എഴുത്തുകാരൻ എപ്പോഴും നല്ല വായനക്കാരൻ കൂടിയാകണമെന്ന് സാഹിത്യകാരൻ P. സുരേന്ദ്രൻ പറഞ്ഞു. മുദ്ര സാംസ്കാരിക വേദിയുടെ സാഹിത്യ സദസ്സും ആദരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നത്തെ യുവസമൂഹം വായനയ്ക്കായി സമയം കണ്ടെത്തുന്നില്ല. ക്ലാസിക്കൽ സാഹിത്യത്തിന് ഇന്നും പ്രസക്തിയുണ്ട്. അതിന്റെ ഉദാഹരണങ്ങളാണ് OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസവും ഉറൂബിന്റെ സുന്ദരിയും സുന്ദരന്മാരും ഇന്നും നല്ല ക്ലാസിക്കൽ സൃഷ്ടികളായി മാറുന്നത്. പാവറട്ടി പബ്ലിക് ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങിൽ മുദ്ര സാംസ്കാരിക വേദി ജനറൽ സെക്രട്ടറി സുബ്രഹ്മണ്യൻ ഇരിപ്പശ്ശേരി അധ്യക്ഷത വഹിച്ചു. കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരിയെ P. സുരേന്ദ്രൻ പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു. കവി സുധാകരൻ പാവറട്ടി, നിരൂപകൻ പ്രസാദ് കാക്കശ്ശേരി, M. നളിൻ ബാബു, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ തെക്കേപ്പാട്ട്, KK മനോജ്, ജെയ്സൺ ഗുരുവായൂർ, KS സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി നെല്ലുവായി മുരിങ്ങത്തേരിയിൽ തനിച്ച് താമസിച്ചിരുന്ന വയോധികയെ വൃദ്ധസദനത്തിലേക്ക് മാറ്റി താമസിപ്പിച്ചു. 80 വയസ്സുള്ള ബാലാമണിയെ അമ്മയാണ് വെള്ളാറ്റിഞ്ഞൂർ പുഷ്പസദൻ ഓൾഡ് ഏജ് ഹോമിലേക്ക് മാറ്റിയത്. വിവാഹിതയായ
അവിവാഹിതയായ ബാലാമണിയമ്മ വർഷങ്ങളായി തനിച്ചാണ് താമസിക്കുന്നത്. പ്രായാധിക്യത്താൽ തനിച്ച് എഴുന്നേൽക്കുവാനും നടക്കുവാനും കഴിയാത്ത അവസ്ഥയിലാണ്. താമസിക്കുന്ന വീട് കാലപ്പഴക്കത്താൽ വിണ്ടുപൊട്ടി ചോർന്നൊലിക്കുന്ന അവസ്ഥയിലുമാണ്. വാർഡംഗം MP അജയൻ, പൊതുപ്രവർത്തകൻ KM അഷ്റഫ് എന്നിവർ ഇടപെട്ടാണ് ബാലാമണിയമ്മയെ വെള്ളാറ്റഞ്ഞൂർ പുഷ്പസദൻ ഓൾഡ് ഏജ് ഹോമിലേക്ക് മാറ്റിയത്. അരക്ഷിതാവസ്ഥയിൽ കഴിയുന്ന ബാലാമണിയമ്മയെ സംബന്ധിച്ച് TCB നേരത്തെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. എരുമപ്പെട്ടി ചിറ്റണ്ട ജ്ഞാനോദയം UPS സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷവും പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമവും നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ അധ്യക്ഷത വഹിച്ചു. സിനിമാ താരം നിയാസ് ബക്കർ, PTA പ്രസിഡന്റ് KK ജേക്കബ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. രണ്ടുകൈ ജനവാസ മേഖലയിൽ ഭീതി പരത്തി കാട്ടുപോത്ത്. കഴിഞ്ഞ 4 ദിവസമായി രണ്ടുകൈയിലെ വാരൻകുഴിയിലാണ് വലിയൊരു കാട്ടുപോത്തിനെ കണ്ടുവരുന്നത്. കാലിന് പരിക്കേറ്റ കാട്ടുപോത്ത് ആളുകളെ കാണുമ്പോൾ മാറുകയും പിന്നീട് പഴയ സ്ഥലത്ത് തന്നെ വന്ന് കിടക്കുകയുമാണ്. വനപാലകരെ അറിയിച്ചിട്ടും കാര്യമായ നടപടികൾ എടുത്തില്ലെന്നും പരാതിയുണ്ട്. ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കയർ ഭൂവസ്ത്രമണിഞ്ഞ് മനോഹരമാവുകയാണ് അരിമ്പൂർ പഞ്ചായത്ത് പാടശേഖരങ്ങളിലെ ബണ്ട് റോഡുകൾ. അരിമ്പൂർ പഞ്ചായത്തിലെ 17 പടവുകളിൽ 13ലെയും ബണ്ടുകൾ കയർ ഭൂവസ്ത്രമണിഞ്ഞു കഴിഞ്ഞു. ബണ്ടുകളിൽ വെള്ളം കയറിയാലും മറ്റും ഇടിഞ്ഞു പോകാതിരിക്കാനും ബണ്ടുകൾക്ക് ബലം നൽകാനുമാണ് മുകൾ വശം കയർ ഭൂവസ്ത്രം അണിയിക്കുന്നത്. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 150-ലേറെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് കയർ ഭൂവസ്ത്രം വിരിക്കൽ പ്രവർത്തനത്തിലേർപ്പെട്ടത്. ആദ്യം മണ്ണടിച്ച് ബണ്ട് ബലപ്പെടുത്തിയ ശേഷം കയർ ഭൂവസ്ത്രം മുകളിൽ വിരിക്കും. മുളങ്കുറ്റികൾ കൊണ്ട് നിർമ്മിച്ച മുളയാണികൾ ഉപയോഗിച്ച് ഇവ വലിച്ചുകെട്ടി ഉറപ്പിക്കും. തുടർന്ന് ചെറിയ ചെടികൾ വെച്ച് പിടിപ്പിച്ച് കയർ ഭൂവസ്ത്രത്തെ മണ്ണിലേക്ക് ഉറപ്പിക്കുന്നതാണ് രീതി. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വെളുത്തൂർ മനക്കൊടി പടവിൽ 3 കിലോമീറ്ററോളം KLDCയുടെ ബണ്ട് റോഡാണ് കയർ ഭൂവസ്ത്രം വിരിച്ച് പൂർത്തിയാകുന്നത്. 2 മാസമായി ഇവിടെ മാത്രം 50-ൽ പരം തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട്. തൊഴിലാളികളുടെ കൂലിയടക്കം 25 ലക്ഷമാണ് ഈ പടവിൽ മാത്രം ചിലവ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിലെ 13ഓളം വരുന്ന പടവുകളിൽ കയർ ഭൂവസ്ത്രം വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കാണുന്ന മനക്കൊടി വെളുത്തൂർ ഉൾപ്പാടത്ത് ഏകദേശം 1.5 കിലോമീറ്ററോളം കയർ ഭൂവസ്ത്രം വിരിച്ചു കഴിഞ്ഞു. 2 മാസമായിട്ട് നമ്മുടെ തൊഴിലാളികൾ, ഒരു 155ഓളം വരുന്ന തൊഴിലാളികൾ നമ്മളുടെ പടവുകളിൽ പണിയെടുക്കുന്നുണ്ട്. അരിമ്പൂർ പഞ്ചായത്തിലെ തന്നെ കൈപ്പള്ളി വെളുത്തൂർ അകമ്പാടത്തും സമാന രീതിയിൽ നിർമ്മാണം നടക്കുന്നുണ്ട്. ഇവിടെയും ചാലിൻ്റെ ഇരുവശത്തുമുള്ള ബണ്ടിലാണ് കയർ ഭൂവസ്ത്രം വിരിക്കുന്നത്. TCV ന്യൂസ്, തൃശൂർ. CPI മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മന്ത്രി VK രാജന്റെയും മുൻ MLA US ശശിയുടെയും അനുസ്മരണം സംഘടിപ്പിച്ചു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി MR അപ്പുകുട്ടൻ അധ്യക്ഷത വഹിച്ചു. ആദ്യകാല നേതാവ് CA വിജയന് CPI സംസ്ഥാന കമ്മിറ്റി അംഗം VS സുനിൽകുമാർ US സ്മാരക പുരസ്കാരം നൽകി. KV വസന്തകുമാർ, VR സുനിൽകുമാർ, MLA BM വത്സൻ, ബിന്ദു ബാബു തുടങ്ങിയവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം വെള്ളിയാഴ്ച കോടാലി GLP സ്കൂളിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് രാജൻ കുഞ്ഞുമോൾ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PG രഞ്ജിമോൻ, യൂണിറ്റ് വൈസ് പ്രസിഡന്റുമാരായ CP ഉണ്ണികൃഷ്ണൻ, സിദ്ദിഖ് ദർശന എന്നിവർ പങ്കെടുത്തു. അതിരപ്പള്ളിയിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തകനായ റൂബിൻ ലാലിന് നേരെയുണ്ടായ പോലീസ് നടപടിയിലും മനുഷ്യാവകാശ ധ്വംസനത്തിലും കൊടകര പ്രസ് ക്ലബ് യോഗം പ്രതിഷേധം രേഖപ്പെടുത്തി. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ് സംഭവമെന്ന് യോഗം വിലയിരുത്തി. പ്രസിഡന്റ് IR രാജൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കൊടകര ഉണ്ണി, PK നൌഷാദ്, ഡിനോ കൈനാടത്ത്, K പ്രസാദ്, ലോനപ്പൻ കടമ്പോട്, KV സുരേഷ് എന്നിവർ സംസാരിച്ചു. റവന്യൂ വകുപ്പിൽ നിന്ന് വിരമിക്കുന്ന എഴുത്തുകാരൻ സുഭാഷ് മൂന്നുമുറിക്ക് മറ്റത്തൂർ .in സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ സ്നേഹാദരം സംഘടിപ്പിച്ചു. ഒമ്പതുങ്ങൽ ക്ഷേത്രം ഹാളിൽ നടന്ന ചടങ്ങിൽ KK രാമചന്ദ്രൻ MLA, മുൻമന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി, വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത്, അംഗം സുമേഷ് മൂത്തമ്പാടൻ, വരന്തരപ്പള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശോകൻ, റിട്ടയർഡ് തഹസിൽദാർ അഖിലേശ്വരൻ, ഡെപ്യൂട്ടി കളക്ടർ EN രാജു തുടങ്ങിയവർ പങ്കെടുത്തു.
നിർമ്മാണ തൊഴിലാളി യൂണിയൻ തൃശൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേറ്റുപുഴ പോസ്റ്റ് ഓഫീസ് പരിസരം ശുചീകരിച്ചു. ഡിവിഷൻ കൌൺസിലർ റെജീന ജിബ്സൺ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ഏരിയ പ്രസിഡന്റ് BL ബാബു അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി MR രാജൻ, KA മനോജ് കുമാർ, PV രാധാകൃഷ്ണൻ, PR ബാബു തുടങ്ങിയവർ സംസാരിച്ചു. പ്രൈവറ്റ് ബസ് തൊഴിലാളി യൂണിയൻ ചേലക്കര മേഖലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. KVTA ജില്ലാ രക്ഷാധികാരി M ബാലാജി ഉദ്ഘാടനം നിർവഹിച്ചു. KVTA ചേലക്കര മേഖലാ സെക്രട്ടറി MC രതീഷ് അധ്യക്ഷത വഹിച്ചു. ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ, KVTA ജില്ലാ സെക്രട്ടറി മുജീബ് റഹ്മാൻ, KVTA ജില്ലാ കോർഡിനേറ്റർ കൃഷ്ണ കിഷോർ, SMT ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ N സുനിത, മേഖലാ പ്രസിഡന്റ് ഇർഷാദ്, ഷാനവാസ് എന്നിവർ പങ്കെടുത്തു. ബസ് ജീവനക്കാരുടെയും ഉടമകളുടെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും മാധ്യമ പ്രവർത്തകരെയും മറ്റ് വിവിധ മേഖലകളിലുള്ളവരെയും ചടങ്ങിൽ ആദരിച്ചു. കുന്നുകുളം ആളൂർ പെരുമണ്ണിൽ പാതയോരത്ത് വളർത്തിയ നിലയിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി. 12 സെന്റിമീറ്റർ നീളമുള്ള കഞ്ചാവ് ചെടിയും 6 സെന്റിമീറ്റർ നീളമുള്ള 2 കഞ്ചാവ് ചെടികളുമാണ് കുന്നുകുളം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ഹരീഷിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം കണ്ടെത്തിയത്. കഞ്ചാവ് ചെടികൾ എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. വരവൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ വിജയിച്ച കുട്ടികളെ അനുമോദിച്ചു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. വരവൂർ മണ്ഡലം പ്രസിഡന്റ് AA മുസ്തഫ അധ്യക്ഷത വഹിച്ചു. മാനവ സംസ്കൃതി ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് TS മായാദാസ് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. PS രാജൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മഞ്ജുള, MM മിഥുൻ, രവീന്ദ്രൻ തിച്ചൂർ, PV വാപ്പുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. അങ്ങനെ ഉന്നത വിദ്യാഭ്യാസം നേടിയ വ്യക്തികളാണ് നല്ല കുടുംബം സൃഷ്ടിക്കുന്നത്. അങ്ങനെയുള്ള നല്ല കുടുംബങ്ങൾ ചേരുമ്പോഴാണ് ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലത ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AM ജോൺസൺ അധ്യക്ഷത വഹിച്ചു. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി, മാനേജ്മെന്റ് പ്രതിനിധി AN വാസുദേവൻ, പ്രിൻസിപ്പൽ B സജീവ്, ഹെഡ്മാസ്റ്റർ T അനിൽകുമാർ, B ബിജു എന്നിവർ സംസാരിച്ചു. കടങ്ങോട് തെക്കുമുറി റോഡിന് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. പഴിയൂട്ടുമുറി താഴത്ത് വീട്ടിൽ വൈശാഖ്, പഴിയൂട്ടുമുറി വീട്ടിൽ യദു എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. ചൂണ്ടൽപ്പാടത്തിന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവിന് പരിക്ക്. മഞ്ചേരി സ്വദേശി മാനുക്കര വീട്ടിൽ ശ്യാം സുജിനാണ് പരിക്കേറ്റത്. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് സമീപത്തെ പാടത്തേക്ക് തെറിച്ചു വീണു. ശ്യാം സുജിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീണ്ടും പ്രധാന വാർത്തകൾ. കനത്ത മഴയിൽ അശ്വിനി ആശുപത്രിയിൽ വീണ്ടും വെള്ളം കയറി. എളവള്ളി അമ്പാട്ട് റോഡിൽ വീടുകളിൽ വെള്ളം കയറി. തുമ്പൂർമൊഴിയിൽ മുളങ്കൂട്ടം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. പെരിഞ്ഞനത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് വീട്ടമ്മ മരിച്ച സംഭവം. പഞ്ചായത്ത് ഓഫീസിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തി. ഹോട്ടലുകളിൽ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധന. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിൽ പെരുമ്പുഴ പാടത്തിന് കുറുകെയുള്ള കല്ലുങ്ക് അപകടാവസ്ഥയിൽ. വാഹനങ്ങൾ കടന്നുപോകുന്ന ഭാഗത്ത് റോഡിനെ താങ്ങി നിർത്തുന്ന ഒരു ഭാഗം തകർന്നു വീണു. ശ്രീനാരായണപുരം കല്ലുംപുറം പ്രദേശവാസികൾ ദേശീയപാത നിർമ്മാണം തടഞ്ഞു. ദേശീയപാത നിർമ്മാണത്തിന്റെ പേരിൽ കുടിവെള്ള വിതരണം തുടർച്ചയായി തടസ്സപ്പെടുത്തുന്നതിനെതിരെയായിരുന്നു പ്രതിഷേധം. മതിലകം തൃപ്പേക്കുളത്ത് കനോലി കനാലിൽ കൂടുകെട്ടി കൃഷി ചെയ്തിരുന്ന മത്സ്യങ്ങൾ ചത്തുപൊന്തി. മത്സ്യകർഷകന് ലക്ഷങ്ങളുടെ നഷ്ടം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.